ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ കരിമാടി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു കാഴ്ച എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണിമുത്താർ ഡാമിലെ കാഴ്ചകൾ കാണാനാണ്. ഇതിൻ്റെ ഭൂപ്രകൃതി കൊണ്ട് വളരെ മനോഹരമായ ഡാമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ പശ്ചാത്തലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഡാമും പരിസരവും പ്രകൃതി ഭംഗി കൊണ്ട് ശ്രദ്ധേയമാണ്. കാടുകൾക്കിടയിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. നമ്മളെ കേരളത്തിൽ കണക്കുള്ള നിബിഡ വനങ്ങളല്ല. താമരഭരണി നദിയുടെ പ്രധാന പോഷക നദിയായ മണിമുത്താർ നദിക്ക് കുറുകെയാണ് ഈ ഡാം പണിതിട്ടുള്ളത്. തിരുനെൽവേലി ജില്ലയിലെ അംബാസമുദ്രം താലൂക്കിലാണ് ഈ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാമിൻ്റെ നിർമ്മാണം 1957 ഈ ഡാമിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന കെ കാമരാജാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. നമ്മൾ ചെന്ന സമയം എന്ന് പറഞ്ഞാൽ കുറച്ച് വരൾച്ചയുള്ള സമയമാണ്. അതുകൊണ്ട് ഫുൾ വെള്ളമല്ല. പക്ഷേ മഴക്കാലമായ ഇവിടെ ഫുൾ ചുറ്റാകെ വെള്ളമാണ്. ശരിക്കും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ടൈമെന്ന് പറഞ്ഞാൽ നവംബർ മുതൽ മാർച്ച് വരെയുള്ള മഴക്കാലത്തിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളാണ്. ആ സമയത്തൊക്കെ ഇവിടെ വന്നാൽ ഡാമിന് ചുറ്റാകെ വെള്ളം നിറഞ്ഞിരിക്കും. കണ്ടില്ലേ, വളരെ മനോഹരമായ കാഴ്ചയാണ്. മലകൾക്കിടയിലൂടെയാണ് ഇതിൻ്റെ അരുവി വരുന്നത്. ഈ ഡാമിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിലെ കാർഷിക ആവശ്യങ്ങൾക്കും ജലസേചന വകുപ്പിന് കീഴിലുള്ള കുടിവെള്ള വിതരണത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. മണിമുത്താർ മലനിരകൾക്കിടയിൽ അടിവാരത്തിൽ വളരെ വിശാലമായ ഒരു സംഭരണിയാണ് ഇതിൻ്റെ റിസർവെയർ. ഇത് വ്യാപിച്ച് കിടക്കുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. മണിമുത്താർ വെള്ളച്ചാട്ടം ഡാമിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ മാറി വനത്തിനുള്ളിലാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികൾ ഇവിടെ കുളിക്കാനും സമയം ചിലവാക്കാറുണ്ട്. ഒത്തിരി സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട്. ഞായറാഴ്ചയാണെങ്കിൽ ഭയങ്കര തിരക്കാണ് ഇവിടെ. ഈ ഡാമിൻ്റെ താഴെയായി വളരെ മനോഹരമായ പൂന്തോട്ടവും കുട്ടികൾക്കുള്ള പാർക്കും ഇവിടുത്തെ ഗവൺമെൻറ് ക്രമീകരിച്ചിട്ടുണ്ട്. മണിമുത്താർ ഡാമും പരിസരവും പ്രദേശങ്ങളും കള്ളക്കാട് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിൻ്റെ ഭാഗമാണ്. അതിനാൽ ധാരാളം ജൈവ വൈവിധ്യമുള്ള കാട്ടുജീവികൾ ഇവിടെ ഉണ്ട്. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് മണിമുത്താർ ഡാം വഴി കടന്നു പോകുന്ന പാതയിലാണ് പ്രശസ്തമായ മഞ്ചാലെ തോട്ടം സ്ഥിതി ചെയ്യുന്നത്. ഈ തോട്ടത്തിലേക്ക് പോകണമെങ്കിൽ കാട്ടുപാതയിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ. മഞ്ചാലയിലേക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ വനംവകുപ്പിൻ്റെ പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ കടത്തിവിടുള്ളൂ. ഈ മാഞ്ചോലയ്ക്ക് മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഡാമാണ് കോതയാർ, അപ്പർ കോതയാർ എന്ന് പറയും. ഈ ഡാമിലേക്ക് അങ്ങനെ ആർക്കും പ്രവേശനമില്ല. ഈ ഡാമിൻ്റെ പഴയ പേരാണ് സിംഗപ്പെട്ടി ജമീന്ദാർ എസ്റ്റേറ്റ്. അതാണ് ഇപ്പോഴത്തെ മാഞ്ചോല എസ്റ്റേറ്റ് ആയത്. സ്വർഗം എന്നാണ് പറയുന്നത് അവിടുത്തെ ആൾക്കാർ. മണിമുത്താർ ചെക്ക് പോസ്റ്റ് കടന്നു വേണം നമ്മൾ തമിഴ്നാട്ടിലെ ഈ പ്രശസ്തമായ തേയിലത്തോട്ട മേഖലയിലേക്ക് പോകുവാൻ. മാഞ്ചാലെ, കാക്കാച്ചി, നാലുമുക്ക്, ഊത്ത് തുടങ്ങിയ മനോഹരമായ ഹിൽ സ്റ്റേഷനിൽ പോകണമെങ്കിൽ ഇവിടെ മുൻകൂട്ടി അനുമതി വാങ്ങിയേ പറ്റുള്ളൂ. ഈ പുഴയിൽ അത്യാവശ്യം മീനുണ്ടെന്ന് തോന്നുന്നു. ആ നാട്ടിലുള്ള തമിഴ് ഗ്രാമവാസികൾ ഒരു ചാക്കിലൊക്കെ പൊരിയായിട്ടാണ് ഈ മീനുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മണിമുത്താർ ഡാമിൻ്റെ റിസർവെയർ ഏരിയയാണ്. ഈ ഭാഗത്തേക്ക് അധികം തിരക്ക് കാണാനില്ല, സഞ്ചാരികളുടെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നവർക്ക് മുണ്ടൻതുറൈ കടുവാ സങ്കേതത്തിലെ പരിധിയിലുള്ള ഡാമിൻ്റെ മുകളിലും വെള്ളച്ചാട്ടത്തിലൊക്കെ പോകുന്നതിന് വനം വകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശങ്ങളൊക്കെ ആവശ്യമാണ്. ഈ മണിമുത്താർ ഡാമിലേക്ക് എത്തിപ്പെടാൻ എളുപ്പ വഴിയെന്ന് പറയുന്നത് തിരുനെൽവേലിയിൽ നിന്ന് ഏകദേശം 45-50 കിലോമീറ്ററിനകത്തുണ്ടാവും. അംബാസമുദ്രത്തിൽ നിന്നാണെങ്കിൽ ഏകദേശം 12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഡാമിലെത്താം. പിന്നെ കേരളത്തിൽ നിന്നാണെങ്കിൽ വരുന്നവർക്ക് എളുപ്പ വഴിയെന്ന് പറയുന്നത് ആര്യങ്കാവ് തെങ്കാശി വഴി അംബാസമുദ്രത്തിലെത്തി മണിമുത്താർ ഡാമിലേക്ക് എളുപ്പം എത്താൻ കഴിയും.
ഗേറ്റിൽ നിന്ന് കുറച്ചൊരു നടക്കാനുണ്ട്. നല്ല കയറ്റമുള്ള ഏരിയയാണ്. നമ്മൾ ഈ കാണുന്ന മണിമുത്താർ ഡാം തന്നെ തമിഴ്നാടിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സവിശേഷതയുള്ള ഒന്നാണ്. 1950കളിൽ ഈ ഡാം നിർമ്മിക്കുന്ന സമയത്ത് അവിടുത്തെ സാധാരണക്കാരായ കർഷകരും ജനങ്ങളും ചേർന്നാണ് നിർമ്മാണത്തിന് ആവശ്യമായ വലിയൊരു തുക സ്വരൂപിച്ചത്. ഇതിനായി മണിമുത്താർ ചാനൽ സ്കീം എന്ന പേരിൽ പൊതുജനങ്ങൾക്കിടയിൽ ഫണ്ട് ശേഖരിക്കുകയും സാധാരണക്കാരായ ജനങ്ങൾ അവരുടെ സമ്പാദ്യവും ആഭരണങ്ങളും വരെ ഈ ഡാമിൻ്റെ നിർമ്മാണത്തിനായി ചെലവഴിക്കുകയുണ്ടായി. ഏകദേശം 5511 ദശലക്ഷം ഘനയടി മാക്ഫിറ്റ് വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഈ ഡാമിനുണ്ട്. ഈ മണിമുത്താർ ഡാമിൻ്റെ മറുവശമെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കുളത്തൂപ്പുഴ വനപ്രദേശമായ ശങ്കിരി വനപ്രദേശമാണ്. തറനിരപ്പിൽ നിന്ന് ഏകദേശം 118 അടി 36 മീറ്റർ ഉയരമുണ്ട് ഈ ഡാമിന്. ഏകദേശം 3 കിലോമീറ്ററോളം നീളത്തിൽ പരന്നു കിടക്കുന്ന ഒരു വലിയ മൺകട്ട എർത്ത് ഡാം വിഭാഗത്തിൽപ്പെട്ട അണക്കെട്ടാണിത്. ഡാമിൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്ന് പശ്ചിമഘട്ട മലനിരകളുടെ കടുവാ സങ്കേതത്തിൻ്റെയും പച്ചപ്പിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങളും ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കുന്നതിന് പറ്റിയ സൈറ്റാണിത്. ഷൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളി സൈറ്റാണ് കേട്ടോ. ഈ ഡാമും പ്രദേശവും വനമേഖല ആയതിനാൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി അല്ലെങ്കിൽ 5 മണി ആ സമയം വരെ മാത്രമേ സഞ്ചാരികൾക്ക് പ്രവേശനമുള്ളൂ. ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഏറ്റവും മുകളിലൊരു ടോപ്പ് സ്ഥലമുണ്ട്. ആ സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ ബാക്കിയുള്ള വ്യൂ നമുക്ക് കാണേണ്ടത്. ഫ്രണ്ട്സ്, ഇവിടെ കയറിയപ്പോൾ ഉള്ള കാറ്റുണ്ടല്ല, കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അടിപൊളി ആംബിയൻസ്, നല്ല വ്യൂ ആണ്. കയറിയപ്പോൾ തന്നെ പേടിയാവും, അത്രയ്ക്ക് ലോങ് വ്യൂ ഉള്ള സൈറ്റാണ്. കാറ്റെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറും കാറ്റെന്നാണ് ഇവിടെ പറയുന്നത്. നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന അടിപൊളി സൈറ്റാണ്. നേരിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. തൊട്ടപ്പുറത്തൊക്കെ കൃഷിപ്പാടങ്ങളാണ്, കണ്ടില്ലേ? കാറ്റ് കാരണം നമ്മളെ കൂടെ വന്ന ചേച്ചിക്ക് നടന്നു വരാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. അത്രയും കാറ്റാ, കണ്ടില്ലേ? ഇതിൻ്റെ മുകളിലെത്തിയ ഒരു നിമിഷം നമ്മൾ സ്വർഗ്ഗമാമ എന്ന് ഒരു നിമിഷം മനസ്സിൽ പറഞ്ഞു. അത്രയ്ക്ക് അടിപൊളി വ്യൂ, നല്ല ആംബിയൻസ് ആണ്. കാറ്റെന്ന് പറയുന്നത് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുകളിലുള്ള കാറ്റും ലോങ് വ്യൂ ഒക്കെ കണ്ട് ഒത്തിരി സമയം നമ്മൾ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമ്മൾ തിരികെ ഇറങ്ങാറായി. ഈ പോകുന്ന ഇദ്ദേഹമാണ് നമ്മുടെ ടൂർ ഗൈഡ്. പേര് ശർമ്മരാജസ്. കേരളത്തിന് ഇത്ര സ്ഥലം കാണുമായിരിക്കും, പക്ഷെ എന്നാലും അതിലൊന്നാണിത് അല്ലേ? നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അതിനേക്കാട്ട് ഉപരിയായിട്ട് തോന്നും അല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു കാഴ്ചയുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.